പി ബി അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെ ഇ ഡി റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തെന്ന് ഇ ഡി. അൻവറിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം പരിശോധന നടത്തിയിരുന്നു. മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയിരുന്നു. അതിൽ നിന്ന് നിരവധി രേഖകളാണ് പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് ഇ ഡി അറിയിക്കുന്നത്. ലോണുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള, അതായത് ഒരു ഈടിൽ 2 ലോൺ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയരുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടെല്ലാമുള്ള രേഖകൾ ഇ ഡിക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അൻവറിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് ഇ ഡി ഇന്നലെ ഏതാണ്ട് 14 മണിക്കൂറോളം റെയ്ഡ് നടത്തിയിരുന്നത്. വീട്ടിലും മറ്റ് സ്ഥാപനങ്ങളിലും പാർക്കിലും ഉൾപ്പെടെയാണ് റെയ്ഡ് നടത്തിയിരുന്നത്. അതിൽ നിന്നാണ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചിരിക്കുന്നത്. നേരത്തെ ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം ഇ ഡി ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്ത് നടപടിയിലേക്കായിരിക്കും ഇ ഡി കടക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അൻവറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള പരിശോധനകൾ ഇനി എങ്ങനെ തുടരും, എന്ത് നടപടികളായിരിക്കും ഇനി ഉണ്ടാവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. വീട്ടിൽ നടത്തിയ, സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് സാമ്പത്തിക ക്രമക്കേട്, തിരിമറിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. ഗാഡ്ജറ്റിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത നടപടിയിലേക്ക് ഇ ഡി കടക്കുകയെന്നും മനസ്സിലാക്കുന്നു. എം കെ ഷുക്കൂർ ചേരുന്നുണ്ട്. ഷുക്കൂർ, എന്താണ് ഇനി അടുത്ത ഇ ഡിയുടെ നടപടി? എത്രത്തോളം പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇ ഡി ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്? ധന്യ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ പി വി അൻവറിനെതിരെ നടത്തുന്ന അന്വേഷണം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും 3 ലോണുകൾ നൽകിയതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന ഒരു പരാതിയിലാണ് 12 കോടി രൂപയാണ് പി വി അൻവറുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ മലപ്പുറം ബ്രാഞ്ച് ഓഫീസിലും പി വി അൻവറിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ സഹായികളുടെ വീട്ടിലുമാണ് റെയ്ഡുകൾ നടന്നത്. ഇതിൽ നിന്നും ഡിജിറ്റൽ ഉപകരണങ്ങളും ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളും പിടിച്ചെടുത്തുവെന്ന് ഇ ഡി ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ ഇ ഡി പരിശോധിച്ചു വരികയാണ്. ഇതിനുശേഷം മാത്രമായിരിക്കും എത്ര രൂപയുടെ തട്ടിപ്പ് അല്ലെങ്കിൽ എത്രത്തോളം കള്ളപ്പണ ഇടപാടുകൾ നടന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇ ഡിക്ക് അറിയാൻ കഴിയുക. നിലവിൽ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇ ഡി ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഈ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഒരു പരിശോധന അല്ലെങ്കിൽ റെയ്ഡ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല, മറ്റു നടപടികളിലേക്ക് കടക്കാനല്ലേ ഇതിലൊരു അറസ്റ്റിനുള്ള സാധ്യത? അതൊക്കെ എങ്ങനെയാണ് ഷുക്കൂർ? സാധാരണ ഇ ഡി ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്താൽ അത് വിശദമായ പരിശോധന നടത്തിയ ശേഷമാണ് സാധാരണ അത്തരം നടപടിയിലേക്ക് കടക്കുക. നിലവിൽ ഇ ഡി അത് പിടിച്ചെടുത്തു എന്ന് മാത്രമാണ് പറയുന്നത്. ഇതിന്റെ തുടർ നടപടികൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല. ഇതെല്ലാം ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ പരിശോധിക്കാൻ സാധാരണ ആഴ്ചകൾ എല്ലാം എടുക്കും. അതിനുശേഷം മാത്രമായിരിക്കും അത്തരം കാര്യത്തിലെല്ലാം ഇ ഡി തീരുമാനമെടുക്കുക.